അങ്ങനെ എയർ ഇന്ത്യ മോദി സർക്കാർ വിറ്റു. ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായിരുന്ന എയർ ഇന്ത്യ ഇനി നമ്മുടെ പൊതു സ്വത്തല്ല. മറ്റനേകം രാജ്യങ്ങളെ പോലെ ഇന്ത്യക്കിനി സ്വന്തമായിട്ടൊരു വിമാന കമ്പനിയില്ല. അതിപ്പോൾ സ്വകാര്യ കമ്പനിയായ ടാറ്റ ഗ്രൂപ്പിന്റെ സ്വന്തമായി എന്നർത്ഥം. 18,000 കോടി രൂപയ്ക്കാണ് ടാലാസ് എന്ന ഉപകമ്പനിയുടെ പേരിൽ ടാറ്റ സൺസ് അത് സ്വന്തമാക്കിയത്. സ്പൈസ് ജെറ്റ് ആയിരുന്നു ലേലത്തിൽ ടാറ്റയുടെ പ്രധാന എതിരാളി. 15,100 കോടി രൂപയാണ് സ്പൈസ് ജെറ്റ് പറഞ്ഞപ്പോൾ 18,000 കോടി രൂപയ്ക്ക് ടാറ്റ കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു. ചെലവ് കുറഞ്ഞ സർവീസായ എയർ ഇന്ത്യ എക്സ്പ്രസും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗമായ എയർ ഇന്ത്യ സാറ്റ്സിന്റെ 50% ഓഹരികളും ടാറ്റ സൺസ് ഇതോടൊപ്പം സ്വന്തമാക്കുകയായിരുന്നു. 1932 2 ലക്ഷം രൂപ നിക്ഷേപിച്ച് ടാറ്റ ആരംഭിച്ച എയർ മെയിലാണ് നമ്മൾ ഇന്ന് കാണുന്ന എയർ ഇന്ത്യ ആയിട്ട് മാറിയത്. 1953 ദേശസാൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ 2.8 കോടിക്ക് എയർ ഇന്ത്യയിൽ ടാറ്റയുടെ ഓഹരികൾ വാങ്ങി. അതാണിപ്പോൾ 68 വർഷത്തിന് ശേഷം 18,000 കോടി രൂപയ്ക്ക് ടാറ്റ തിരിച്ചു വാങ്ങിയത്. നെഹ്റുവിന്റെ ചതിക്ക് കാലത്തിന്റെ തിരുത്ത് എന്നാണ് BJPയുടെ ജനൻ TV ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. കണാരൻ പിൻവാങ്ങി, നെഹ്റു ഇനി പ്രധാനമന്ത്രി എന്ന തരത്തിലുള്ള ഒരു വലിയ കോമഡിയാണ് ഈ തലക്കെട്ട് കണ്ടപ്പോൾ സത്യത്തിൽ ഓർമ്മ വന്നത്. ഇന്ത്യയിൽ എന്തു മോശം കാര്യം നടന്നാലും അക്കാര്യം എല്ലാം കൊണ്ടുപോയി ജവഹർലാൽ നെഹ്റുവിന്റെ തലയിലിടുന്ന ഒരു പതിവ് കലാപരിപാടി സംഘികൾ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് തുടർന്നതാണെങ്കിലും അതിൽ അവരുടെ രാഷ്ട്രീയം അവർ പച്ചയ്ക്ക് തെളിച്ചു പറയുന്നുണ്ട്. ചരിത്രത്തെ മറ്റൊരു കാലത്ത് ഇങ്ങനെ തിരുത്തിയാൽ നമ്മൾ എന്തൊക്കെ തിരുത്തും? ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് വലിയൊരു തെറ്റായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധി എന്ന് പറയുന്നത്. അത് തിരുത്തുക എന്നാൽ രാജ്യം വീണ്ടും ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് ഇട്ടുകൊടുത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ഇനി നോക്കി നടത്താനുള്ള കെൽപ്പില്ല, ആവതില്ല, നിങ്ങൾ തന്നെ നോക്കി നടത്തിക്കോ എന്ന് പറയുന്നതാണോ? സ്വാതന്ത്ര്യാനന്തരം അനേകം നാട്ടുരാജ്യങ്ങളെയാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. അതിന് പ്രലോഭനം മുതൽ യുദ്ധം ചെയ്തു തോൽപ്പിക്കുമെന്ന ഭീഷണി വരെ പല തന്ത്രങ്ങളും പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ നാട്ടുരാജ്യങ്ങൾ ഭരിച്ച എല്ലാ തമ്പ്രാക്കന്മാരും അന്ന് പറഞ്ഞിരുന്നത് തങ്ങളുടെ രാജ്യം പിടിച്ചടക്കിയത് തെറ്റാണ്, ഈ നാട്ടുരാജ്യങ്ങൾ കൈവശം വെക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നായിരുന്നു. അവരുടെ എല്ലാം പിൻഗാമികളും രാജ്യഭക്തരും ഇന്നും അത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ തെറ്റ് തിരുത്തുക? ഞങ്ങൾക്ക് ഇതൊന്നും നോക്കി നടത്താനുള്ള കെൽപ്പില്ല, നിങ്ങൾ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ നോക്കി നടത്തിക്കോ എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണോ ആ തെറ്റ് തിരുത്തേണ്ടത്? സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന റിയാലിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ രാജ്യത്തിന് അതിൻ്റെതായ സ്വന്തം വിമാന കമ്പനി സ്വകാര്യവൽക്കരിച്ചു. നമ്മുടെ പൊതുസ്വത്ത് നഷ്ടമായി. ആരാണ് അതിനെ നഷ്ടത്തിലാക്കിയത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ എന്നതും ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ്. 1964 മെയ് 28 യമുനയുടെ തീരത്തെ ശാന്തിവനത്തിൽ നിദ്ര പ്രാപിച്ച നെഹ്റു ആണോ ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കുത്തിപ്പിടിച്ചിരുന്ന് അതിനെ നശിപ്പിച്ച് ഭണ്ഡാരമടക്കിയത് എന്നതാണ് ചോദ്യം. എയർ ഇന്ത്യ വിൽക്കാനുള്ള കലാപരിപാടി ആദ്യം ആലോചിച്ചത് വാജ്പേയിയുടെ കാലത്താണ്. അത് വിറ്റത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അതിനിടയിലും മുമ്പും പിമ്പുമുള്ള ഇന്ത്യ ഭരിച്ചവർക്കെല്ലാം ഈ തീരുമാനത്തിൽ പങ്കുണ്ട്. എന്നിട്ടും അതിന് മൊത്തമായിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ തലയിലിട്ട് സംഘികൾ എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നത് എന്നതാണ് ചോദ്യം. തീർച്ചയായും അത് നെഹ്റുവിന്റെ മുൻകൈയിൽ രൂപം കൊണ്ട ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലകളെല്ലാം തെറ്റാണെന്നും അത് തിരുത്തണമെന്നുമുള്ള അവരുടെ രാഷ്ട്രീയ അജണ്ട അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് തന്നെയാണ് അവർ ഈ ഇൻഡയറക്റ്റ് ആയി പറഞ്ഞു വെക്കുന്നത്. മതേതര രാജ്യത്തെ മതരാജ്യമാക്കി തെറ്റു തിരുത്തണമെന്ന് ഇക്കാലം അത്രയും പറഞ്ഞു പോകുന്നവർക്ക് ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനുണ്ടാവില്ലെന്ന് നമുക്കറിയാം. സീരിയസ് ആയി നമ്മൾ കാര്യത്തിലേക്ക് വന്നാൽ, എന്നാൽ ഇനി നെഹ്റുവിന്റെ തെറ്റു തിരുത്താമെന്നും പറഞ്ഞല്ല നരേന്ദ്രമോദി സർക്കാർ ഈ കച്ചവടം നടത്തിയിട്ടുള്ളത്. എയർ ഇന്ത്യ നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി സർക്കാർ ഈ കച്ചവടം നടത്തിയത്. സത്യത്തിൽ അതിന് പിന്നിൽ മറ്റനേകം കാരണങ്ങളുണ്ട്. അതാത് കാലത്തെ അധികാരത്തിൽ വന്നവരുടെ തെറ്റായ നയങ്ങൾ മുതൽ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ നടപ്പാക്കൽ മുതൽ യാതൊരു യുക്തിയുമില്ലാത്ത വിധത്തിലുള്ള വിമാന വാങ്ങിക്കൂട്ടലുകൾ, റൂട്ട് ഫിക്സ് ചെയ്യലുകൾ തുടങ്ങി തെറ്റായ വിമാന കോൺഫിഗറേഷനുകൾ, നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തുന്നതിലുള്ള രാജ്യത്തിന്റെ കഴിവില്ലായ്മ, വിമാന ഇനങ്ങളുടെ തെരഞ്ഞെടുപ്പിലുണ്ടായ പാകപ്പിഴകൾ, ഇന്ത്യൻ എയർലൈൻസുമായുള്ള ലയനം, ജീവനക്കാർക്ക് നൽകിയ വൻ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും, കാലാനുസൃതമായി മാറാൻ കഴിയാത്ത പരിമിതികൾ,
യാത്രക്കാരെ മനസ്സിലാക്കുകയോ ഉപഭോക്താക്കളെ പരിഗണിക്കുകയോ ചെയ്യാത്ത സാഹചര്യം, മോശം മാനേജ്മെന്റ് സിസ്റ്റം, പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത തീരുമാനങ്ങൾ എന്നിങ്ങനെ ആയിരം കാരണങ്ങൾ ഇതിനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് നിരത്തിവെക്കാനുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് ആ വിഴുപ്പ് ജനം TV നെഹ്റുവിന്റെ തലയിലിട്ട് മോദി സർക്കാർ തഞ്ചത്തിൽ എയർ ഇന്ത്യയെ വിറ്റു എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നത്. ചരിത്രത്തിൽ നിന്നും തുടങ്ങാം. 1907 ഒരു മോണോപ്ലെയിനിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നതോടെയാണ് JRD ടാറ്റയുടെ കണ്ണ് വിമാനത്തിലേക്ക് പതിഞ്ഞത്. 1929 അദ്ദേഹം മുംബൈയിൽ ഫ്ലൈയിങ് ക്ലബ് ആരംഭിച്ചു. 3 വർഷത്തിന് ശേഷം ടാറ്റ എയർമെയിൽ എന്ന പേരിൽ വിമാന സർവീസ് ആരംഭിച്ചു. ആദ്യം കാർഗോ വിമാന സർവീസ് ആയിരുന്നു. 2.5 ലക്ഷത്തിന് തുടങ്ങിയ കമ്പനി പിറ്റേ വർഷം 60,000 രൂപ ലാഭം നേടി. 1937 ലാഭം 6 ലക്ഷമായി. 1938 കമ്പനിയുടെ പേര് ടാറ്റ എയർലൈൻസ് എന്നാക്കി. 1946 ഇത് എയർ ഇന്ത്യ എന്ന പേരിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്താരാഷ്ട്ര വിമാന സർവീസ് തുടങ്ങാൻ വേണ്ടി അനുമതി തേടി ടാറ്റ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ 49% ഓഹരി വാങ്ങി മുംബൈ ലണ്ടൻ സർവീസിന് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത്. 1953 ദേശസാൽക്കരണം വരുന്നത്. 2.8 കോടി രൂപയ്ക്ക് എയർ ഇന്ത്യയിലെ ടാറ്റയുടെ ഓഹരികൾ കേന്ദ്ര സർക്കാർ വാങ്ങി. എങ്കിലും 1978 വരെ JRD ടാറ്റ തന്നെയായിരുന്നു ചെയർമാൻ. 1978 ജനുവരി 1 എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം അറബിക്കടലിൽ വീണ് 213 പേർ മരിച്ചു. ഒരു മാസത്തിനുള്ളിലാണ് അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി JRD ടാറ്റയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. പിന്നീട് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ ടാറ്റയെ എയർ ഇന്ത്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിക്കുകയുണ്ടായി. 1962 എയർ ഇന്ത്യ ഇന്റർനാഷണൽ എന്ന പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റുന്നത്. 2000 വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് എയർ ഇന്ത്യയുടെ 60% ഇന്ത്യൻ എയർലൈൻസിന്റെ 51% ഓഹരികൾ വിൽക്കാൻ വേണ്ടി ആദ്യമായിട്ടൊരു തീരുമാനമെടുക്കുന്നത്. പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോൾ വ്യോമഗതാഗത രംഗത്ത് കൂടുതൽ സ്വകാര്യവൽക്കരണം ആവശ്യമാണെന്ന് നരേഷ് ചന്ദ്ര കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് വരികയാണ്. അങ്ങനെയാണ് സ്വകാര്യവൽക്കരണത്തിനുള്ള നടപടികൾ തുടങ്ങുന്നത്. 2007 ഇന്ത്യൻ എയർലൈൻസിനെ എയർ ഇന്ത്യയിൽ ലയിപ്പിച്ച് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ രൂപീകരിക്കുകയാണ്. ഇതിന്റെ പേര് 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എയർ ഇന്ത്യ ലിമിറ്റഡ് എന്നാക്കി മാറ്റുന്നു. 2012 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരണത്തിനുള്ള നടപടികൾ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. കമ്പനിയെ രക്ഷിക്കാൻ 30,000 കോടി രൂപ വകയിരുത്തി 10 വർഷത്തെ പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ചു. 2017 കമ്പനി ഭീമമായ വായ്പാ ബാധ്യതയിലെന്ന് CAGയുടെ റിപ്പോർട്ട് വന്നു. കേന്ദ്ര പദ്ധതികളൊന്നും ഫലം കണ്ടില്ലെന്ന് വലിയ വിമർശനമുണ്ടായി. 52,000 കോടി രൂപ നഷ്ടത്തിലേക്ക് കമ്പനി കൂപ്പുകുത്തിയതോടെ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം വീണ്ടും ഉണ്ടാവുകയാണ്. 2018 76% ഓഹരി വിൽക്കാൻ താല്പര്യപത്രം ക്ഷണിച്ചെങ്കിലും നമ്മൾ ഈ പറയുന്ന ടാറ്റ അടക്കം ഒരാളും അതിന് തയ്യാറായില്ല. എന്താണ് കാരണം എന്നറിയാമോ? കമ്പനിയുടെ കടത്തിന്റെ 32% വാങ്ങുന്ന കമ്പനി വഹിക്കണമെന്ന് സർക്കാർ ഒരു നിബന്ധന വെച്ചതായിരുന്നു കാരണം. പിന്നീട് ആ നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയ ശേഷമാണ് കഴിഞ്ഞ വർഷം എയർ ഇന്ത്യയുടെയും ഉപകമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും 100% ഓഹരിയും എയർ ഇന്ത്യ സാറ്റ്സിന്റെ 50% ഓഹരിയും വിൽക്കാനുള്ള തീരുമാനമുണ്ടായത്. അങ്ങനെയാണ് 18,000 കോടി രൂപയ്ക്ക് ടാറ്റ ഇപ്പോൾ എയർ ഇന്ത്യയെ കൈക്കലാക്കുന്നത്. 2007 മുതൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എയർ ഇന്ത്യയുടെ ഓഗസ്റ്റ് 31 വരെയുള്ള ആകെ കടം 61,562 കോടി രൂപയാണ്. പ്രതിദിനം 20 കോടി രൂപയാണ് നഷ്ടമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ കണക്ക്. ഇതിൽ ഈ കടത്തിൽ 15,300 കോടി രൂപയുടെ കടം ടാറ്റ ഏറ്റെടുക്കും. ബാക്കി 46,262 കോടി രൂപ സർക്കാർ രൂപീകരിച്ച എയർ ഇന്ത്യ അസറ്റ്സ് ഹോൾഡിംഗ് ലിമിറ്റഡിന് കൈമാറുകയാണ്. ഇപ്പോൾ ടാറ്റ തന്നതിന്റെ 2 മടങ്ങോളം തുക സർക്കാരിന്റെ തലയിലാണ് എന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ത്യൻ പൗരന്മാരുടെ തലയിലാണ് ഈ വലിയ കടബാധ്യത ഇപ്പോൾ ടാറ്റ ഇത് വാങ്ങുമ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇനിയത്തെ ചോദ്യം എന്ന് പറയുന്നത് എയർ ഇന്ത്യ വാങ്ങുമ്പോൾ ടാറ്റയ്ക്ക് എന്താണ് കിട്ടുക എന്നല്ലേ. പാട്ടത്തിനെടുത്ത 32 എണ്ണം ഉൾപ്പെടെ എയർ ഇന്ത്യക്ക് 101 വിമാനങ്ങളാണുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസിന് 24 വിമാനങ്ങളുണ്ട്. അതെല്ലാം കൂട്ടി 125 വിമാനങ്ങൾ ടാറ്റയ്ക്ക് ലഭിക്കും. എയർ ഇന്ത്യയുടെ കയ്യിൽ 30-ലധികം രാജ്യങ്ങളിലെ 103 നഗരങ്ങളിലേക്കുള്ള റൂട്ടുകളുണ്ട്. അത് ടാറ്റയ്ക്ക് സർവീസ് നടത്താൻ വേണ്ടി കിട്ടും. അതോടൊപ്പം ഇന്ത്യക്കകത്ത് 58 സ്ഥലങ്ങളിലേക്കുള്ള 100ഓളം റൂട്ടുകൾ അവർക്ക് ലഭിക്കും. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ 1000
4800 ലാൻഡിംഗ് സ്ലോട്ടുകളുണ്ട്. ഇന്ത്യയിൽ 4400 ലാൻഡിംഗ് സ്ലോട്ടുകളുണ്ട്. അതൊക്കെ ഇനി ടാറ്റയുടേതായിരിക്കും. എയർ ഇന്ത്യ ജീവനക്കാർക്ക് 1 വർഷത്തേക്ക് ജോലി നഷ്ടപ്പെടില്ല. 2ാമത്തെ വർഷം മുതൽ VRS നടപ്പിലാക്കാൻ പോകുമെന്നാണ് കരാർ. എന്നാൽ ഇത് മാത്രമല്ല എയർ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളത്. വൻ നഗരങ്ങളിൽ സ്വന്തം ഭൂമി, കെട്ടിടങ്ങൾ ഇതൊക്കെയുണ്ട്. അതാത് കാലത്ത് സർക്കാർ ഭൂമി വിട്ടുകൊടുത്തുണ്ടാക്കിയ കണ്ണായ സ്ഥലത്തുള്ള ഈ കെട്ടിടങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കാൻ പോവുകയാണ്. എയർ ഇന്ത്യയുടെ സ്ഥിരം ആസ്തികളുടെ മൂല്യം 45,000 കോടി രൂപയാണ്. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി 31 കേന്ദ്രങ്ങളുണ്ട്. മുംബൈ വിമാനത്താവളത്തിനടുത്ത് 100 ഏക്കർ ഭൂമിയും ഡൽഹി വിമാനത്താവളത്തിന് സമീപം 80 ഏക്കർ ഭൂമിയുമുണ്ട്. മുംബൈയിലും ദില്ലിയിലും കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന എയർ ഇന്ത്യ റെസിഡൻഷ്യൽ കോളനികളെല്ലാം ഒഴിപ്പിക്കാൻ പോവുകയാണ്. അവിടെ കാലങ്ങളായിട്ട് താമസിക്കുന്ന വളരെ മുതിർന്ന ജീവനക്കാരടക്കമുള്ളവരെല്ലാം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ വേറെ കച്ചവടം ചെയ്യാനാണ് പരിപാടി. മിക്കവാറും ഇതെല്ലാം അദാനിയുടെയോ അംബാനിയുടെയോ ഒക്കെ കയ്യിലായിരിക്കും അവസാനമായിട്ട് എത്തിപ്പെടാൻ പോകുന്നത്. ടാറ്റ ഇപ്പോൾ ഏറ്റവും പെട്ടുകിടക്കുന്നത് ഈ കാര്യത്തിലാണ്. 12,000 ജീവനക്കാരാണ് എയർ ഇന്ത്യക്കുള്ളത്. അവർക്കെല്ലാമായിട്ട് ഓഫീസുകൾ വേണം. പുതിയ ഓഫീസുകൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ടാറ്റയ്ക്ക് ഇനി മുന്നോട്ട് പോകാനാകുള്ളൂ എന്നാണ് അവസ്ഥ. എന്ന് വെച്ച് ടാറ്റ അതിഭയങ്കരമായ ത്യാഗം സഹിച്ചാണ് ഈ കച്ചവടം നടത്തിയതെന്ന് നമ്മൾ കരുതേണ്ടതില്ല. എയർ ഇന്ത്യ വീണ്ടെടുക്കുക എന്നത് അവർക്കൊരു വെറും കച്ചവടമല്ല, അത് അവരുടെ ചിരകാല സ്വപ്നമാണ്. 1952 JRD ടാറ്റ തുടങ്ങിയ കമ്പനി സർക്കാരിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം 4 കാശുണ്ടാക്കി വർഷങ്ങൾക്ക് ശേഷം സ്വന്തം തറവാട് തിരിച്ചു വാങ്ങുന്ന നമ്മളുടെ ലാലേട്ടന്റെയൊക്കെ സിനിമാ കഥ പോലെ വളരെ രസകരമായ മനോഹരമായ ഒരു ഏർപ്പാടാണ്. സിനിമ സ്റ്റൈലിലുള്ള ഒരു റിവഞ്ച് ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, എയർ ഇന്ത്യ കൈവിട്ട ശേഷം കുറേ കാലമായിട്ട് അവർ വിമാന കമ്പനികൾക്ക് പുറകെ തന്നെയാണ്. വ്യോമയാന രംഗത്തെ വിദേശ നിക്ഷേപം തുടങ്ങിയ സമയത്ത് തന്നെ അവർ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. സിംഗപ്പൂർ എയർലൈൻസുമായി ചേർന്നാണ് വിസ്താര, മലേഷ്യ വിമാന കമ്പനിയുമായി ചേർന്ന് എയർ ഏഷ്യ ഇന്ത്യ എന്നീ വിമാന കമ്പനികൾ. ഈ ടാറ്റയുടെ വിമാനത്തിന്റെ ആഗ്രഹം തീരാതെ ഈ ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെ അവർ തുടങ്ങിയതാണ്. എയർ ഇന്ത്യ കൂടി വന്നതോടെ 4 വിമാന കമ്പനികളായി ടാറ്റയുടെ കയ്യിൽ ഇപ്പോൾ ആകെ കടം കയറി മടുത്ത മലേഷ്യ എയർ ഏഷ്യ ഇന്ത്യയെ കൈയൊഴിയാൻ തയ്യാറാണെങ്കിലും വിസ്താരയുടെ പങ്കാളിയായ സിംഗപ്പൂർ എയർലൈൻസ് ലയനത്തിന് എതിരാണ്. ഇനി അതെല്ലാം മറികടന്നുകൊണ്ട് 4 കമ്പനികളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് കച്ചവടം തുടങ്ങാമെന്ന് വെച്ചാലും 58.6% മാർക്കറ്റ് ഷെയർ കൈയടക്കി വെച്ചിരിക്കുന്ന ഇൻഡിഗോയെ തോൽപ്പിക്കാൻ ടാറ്റ പാടുപെടും. എയർ ഇന്ത്യ എക്സ്പ്രസ്, വിസ്താര, എയർ ഏഷ്യ ഇന്ത്യ എന്നിവയെല്ലാം ചേർന്നാലും വിപണിയുടെ 23% ഷെയർ ആണ് ആവുന്നത്. ടാറ്റ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ വിധത്തിൽ എയർ ഇന്ത്യ ലാഭത്തിലാകുമെന്നാണ്. പ്രവാസികൾ അടക്കമുള്ളവർക്ക് വളരെ മെച്ചപ്പെട്ട സർവീസ് കിട്ടുമെന്നൊക്കെയാണ് ഇതിൽ ആവേശഭരിതരായിട്ട് ആഹ്ലാദം ചിത്തരായ പലരും പറയുന്നത്. എന്നാൽ അതൊട്ടും എളുപ്പമല്ല എന്നാണ് ഇതിലെ വസ്തുതകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ടാറ്റ ഇതിനകം തുടങ്ങിയ വിസ്താര, എയർ ഏഷ്യ ഇന്ത്യ എന്നീ കമ്പനികളുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ നമുക്ക് ഇക്കാര്യം എളുപ്പത്തിൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈ 2 കമ്പനികളും നഷ്ടത്തിലാണ്. ടാറ്റ മാത്രമല്ല, വിമാന ബിസിനസ് നടത്തിയ സ്വകാര്യ മുതലാളിമാരിൽ ഏറിയ പങ്കും നഷ്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനാലാണ് വമ്പൻ കമ്പനികൾക്ക് പാതി വഴിയിൽ വിമാന സർവീസുകളൊക്കെ നിർത്തലാക്കേണ്ടി വരുന്നത്. അതിനാൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ടാറ്റ വാങ്ങി എന്നോർത്ത് ഇവിടെ പെട്ടെന്ന് മാജിക് ഒന്നും ഉണ്ടാവില്ല. പിന്നെയുള്ളത് ടാറ്റയെ കുറിച്ചുള്ള കാൽപ്പനിക സ്വപ്നങ്ങളാണ്. അദാനിയോടും അംബാനിയോടും ഒക്കെ നമ്മൾ ടാറ്റയെ താരതമ്യപ്പെടുത്തുമ്പോൾ ടാറ്റയെ നമുക്ക് പെട്ടെന്നൊരു നന്മ മരമായി തോന്നും. അങ്ങനെ നന്മ മരമായി എണ്ണപ്പെടുമ്പോഴും നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും എല്ലാം ചോര ഇവരുടെ കയ്യിലുണ്ട്. കുറച്ചുകൂടി പറഞ്ഞാൽ മൂന്നാർ പോലൊരു പ്രദേശം നമ്മളുടെ മുന്നിലുണ്ട്. നാട് ഭരിക്കുന്ന കമ്പനി ചെയ്തത് എന്താണെന്ന് കേരളവും കേരളീയരും വളരെ അടുത്തു നിന്ന് കണ്ടതാണ്. നമ്മളുടെ മുന്നിലുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ടാറ്റ ഇനി എന്തൊക്കെ ചെയ്താലാണ് എയർ ഇന്ത്യയെ ലാഭത്തിലാക്കുക എന്നതാണ്. അടിമുടി കച്ചവടക്കാരാണ് ടാറ്റ. വ്യോമയാന ബിസിനസ്സിൽ അനുഭവ സമ്പത്ത് അത്ര കാര്യമായിട്ടില്ലെങ്കിലും വിപണിയെ ചലിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അവർ നല്ല ബിസിനസ്സുകാരാണ്. ആ തരത്തിലുള്ള ഒരു സമഗ്ര മാറ്റങ്ങളായിരിക്കും അവർ ഇനി കൊണ്ടുവരാൻ പോകുന്നത്. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക, ചെലവ് കുറയ്ക്കുക, ഇതൊക്കെ തന്നെയായിരിക്കും അവരുടെ ആദ്യ നടപടികൾ എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. നിലവിൽ 12,085 ജീവനക്കാർ എയർ ഇന്ത്യയിലുണ്ട്. ഇതിൽ 884 പേരും സ്ഥിരവും 4001 പേർ കരാറിലുമാണ്. ഉപകമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസിൽ 1434 ജീവനക്കാരുണ്ട്. ഇത്രയും ജീവനക്കാരുമായി മുന്നോട്ട് പോകാൻ അവർക്കാവില്ല. ഈ വർഷം ഇനി ആരെയും പിരിച്ചുവിടില്ല എന്നും അടുത്ത വർഷം VRS ഒക്കെ ഏർപ്പെടുത്തുമെന്നാണ് ടാറ്റയുമായിട്ടുള്ള കരാർ. അടുത്ത 5 വർഷത്തിനുള്ളിൽ 5000 സ്ഥിരം ജീവനക്കാർ ഇതല്ലാതെ തന്നെ വിരമിക്കുമെങ്കിലും മുൻ ജീവനക്കാരുടെയെങ്കിലും
പെൻഷൻ, PF ബാധ്യതകളെല്ലാം ഇനി ഇതുവരെയുള്ളവരുടേത് കേന്ദ്ര സർക്കാരിനായിരിക്കും. മറ്റൊന്ന്, ഈ കമ്പനിയുടെ സമ്പൂർണ്ണ കോർപ്പറേറ്റ് വൽക്കരണമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അടിമുടി പ്രൊഫഷണലായ പുതിയ ഒരു മാനേജ്മെന്റ് ടീം നിലവിൽ വരും. നിലവിൽ എയർ ഇന്ത്യക്ക് CEO ഇല്ല. വ്യോമയാന സെക്രട്ടറി ആയ ഒരു IAS കാരനാണ് ഇതുവരെ ഇവരുടെ സാധാരണയായിട്ട് ചെയർമാനും MDയും ആയിരിക്കുന്നത്. അതിനാൽ ലോകമെങ്ങും നിന്നുള്ള പ്രൊഫഷണലുകളെ ഇനി മാനേജ്മെന്റ് തലപ്പത്തേക്ക് ടാറ്റ കൊണ്ടുവരും. കോർപ്പറേറ്റ് സ്വഭാവത്തിലേക്ക് പൂർണ്ണമായും ഈ കമ്പനി മാറുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാർക്ക് എന്താണ് സംഭവിക്കുക എന്നത് കണ്ടറിയേണ്ടതാണ്. കാരണം പരിഗണന കച്ചവടം മാത്രമായിരിക്കും. ഇന്ത്യയിൽ ജനാധിപത്യമാണ്. ജനാധിപത്യ സർക്കാരിന്റെ കീഴിലായതിനാൽ ഇതുവരെ പരിഗണനയും മുൻഗണനയും ഒക്കെ ലാഭം എന്നതിലുപരി മറ്റു പലതിലുമായിരുന്നു. സർവീസ് സെക്ടർ ആയിരുന്നു. അതിനനുസരിച്ചുണ്ടായതാണ് നിലവിലുള്ള റൂട്ടുകളൊക്കെ അതാത് കാലത്ത് അധികാരത്തിൽ വരുന്നവരുടെ താല്പര്യം മുതൽ മറ്റനേകം ഘടകങ്ങൾ ഇതിനൊരു സർവീസ് ആയിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് ഈ റൂട്ടിന് പിന്നിലുണ്ടായിരുന്നു. കച്ചവടം എന്നതിനേക്കാളൊക്കെ ഉപരി ഇന്ത്യയെ പോലെ നീണ്ടു കിടക്കുന്ന വൈവിധ്യമേറിയ ഒരു രാജ്യത്തെ പലതരം അസന്തുലിതാവസ്ഥകൾ പരിഹരിക്കുക എന്നതിലടക്കമുള്ള അനേകം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യയുടെ റൂട്ടുകളൊക്കെ നിശ്ചയിച്ചിരുന്നത്. പ്രാദേശിക അസന്തുലിതാവസ്ഥ പരിഹരിക്കുക, ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ പരിഗണിക്കുക, ജനപ്രതിനിധികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതൊക്കെയാണ് മുൻഗണന നൽകിയ വിഷയങ്ങൾ. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ലാഭകരമല്ലാത്ത റൂട്ടുകളൊക്കെ ഇവർ നിർത്തലാക്കാൻ പോവുകയായിരിക്കും. ടിക്കറ്റ് നിരക്ക് വർധന അടക്കമുള്ള കാര്യങ്ങളിലൂടെ ലാഭം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടാകും. വന്ദേ ഭാരത് മിഷന്റെ സമയമൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അന്ന് കുറഞ്ഞ ചെലവിൽ ആളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് സ്വകാര്യ വിമാന കമ്പനികളൊക്കെ പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ മുന്നിട്ടിറങ്ങിയത് നമ്മളുടെ എയർ ഇന്ത്യ തന്നെയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടുകാരൊക്കെ ഇവിടെ തിരിച്ചെത്തിയത്. കുവൈറ്റ് യുദ്ധം വന്നപ്പോഴും ലിബിയയിൽ നിന്നും ഇന്ത്യക്കാരെയൊക്കെ ഒഴിപ്പിക്കുമ്പോൾ ഇറാഖിൽ കുടുങ്ങിയ നമ്മളുടെ സഹോദരന്മാരെ തിരിച്ചെത്തിക്കാനും ഒക്കെ ലാഭം നോക്കാതെ ഒരു സർവീസ് സെക്ടർ എന്ന നിലയിൽ എയർ ഇന്ത്യ പാഞ്ഞു ചെന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെയാണ് ഹജ്ജ് സർവീസുകൾ. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഹജ്ജ് വിമാന സർവീസ് നടത്താൻ ഇനി എയർ ഇന്ത്യയെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ വരുമ്പോൾ ഏത് കച്ചവടക്കാരനും ആലോചിക്കുന്നതൊക്കെ തന്നെയാണ് ടാറ്റയും ആലോചിക്കുക. ലാഭമല്ലാത്ത മറ്റൊരു പരിഗണനയും ഇനി ടാറ്റയുടെ മുന്നിലോ എയർ ഇന്ത്യക്ക് മുന്നിലോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് VVIP യാത്രകളെ കുറിച്ച് നോക്കാം. VVIP യാത്രകളുടെ കടബാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടെ വ്യക്തത വരുള്ളൂ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള VVIPകൾക്ക് വേണ്ടി ചാർട്ടേഡ് വിമാനം പറപ്പിച്ച വകയിൽ എയർ ഇന്ത്യക്ക് ഇതുവരെ കിട്ടാനുള്ളത് 822 കോടി രൂപയാണ്. അതാത് മന്ത്രാലയങ്ങളാണ് സത്യത്തിൽ ഈ തുക നൽകി തീർക്കേണ്ടത്. എയർ ഇന്ത്യയുടെ ഈ കിട്ടാക്കടം തിരിച്ചു പിടിക്കാൻ ഇത്ര കാലവും അവർക്ക് ആവില്ലായിരുന്നു എന്നത് സത്യം. പക്ഷെ ഇനി കാര്യം മാറുകയാണ്. സർക്കാരിന് ഈ കാര്യത്തിൽ എയർ ഇന്ത്യയെ ആശ്രയിക്കാൻ പറ്റാതാകുന്ന അവസ്ഥ മുന്നിൽ വരും. അതുകൊണ്ടാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി എന്നിവർക്കൊക്കെ പറക്കാനായി 777-300 ER വിഭാഗത്തിലുള്ള 2 വിമാനങ്ങൾ ഇന്ത്യ ബോയിങ്ങിൽ നിന്നും വാങ്ങിയത്. നേരത്തെ എയർ ഇന്ത്യ 1 എന്ന പേരിലുള്ള എയർ ഇന്ത്യ വിമാനങ്ങളായിരുന്നു ഇതിനുപയോഗിച്ചിരുന്നത്. അവ പറത്തിയിരുന്നത് എയർ ഇന്ത്യയുടെ പൈലറ്റുമാർ തന്നെയായിരുന്നു. അറ്റകുറ്റപ്പണികളെല്ലാം നടത്തിയിരുന്നത് എയർ ഇന്ത്യയിലെ എഞ്ചിനീയർമാരായിരുന്നു. ഇനി വ്യോമസേന പൈലറ്റുമാരായിരിക്കും ഈ വിമാനങ്ങളൊക്കെ പറത്തേണ്ടത്. അറ്റകുറ്റപ്പണികൾ മാത്രം വ്യോമസേന ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിന്റെ ടാറ്റയുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർ ഇന്ത്യ ഇന്ത്യൻ എയർലൈൻസ് ലയനമുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ടാറ്റയുടെ മുന്നിലുള്ള മറ്റൊരു കീറാമുട്ടി. എയർ ഇന്ത്യയുടെ ശവക്കല്ലറയിൽ അവസാനമടിച്ച ആണിയാണ് ഈ ഇരു കമ്പനികളുടെയും ലയനം എന്ന് പറയുന്നത്. 1953 വിമാന കമ്പനികളുടെ ദേശസാൽക്കരണം നടപ്പിലായപ്പോൾ എയർ ഇന്ത്യയെ മാത്രമല്ല മറ്റു സ്വകാര്യ എയർലൈനുകളെയൊക്കെ ദേശസാൽക്കരിച്ചിരുന്നു. എയർ ഇന്ത്യയെ അതേ പേരിൽ തന്നെ രാജ്യാന്തര സർവീസുകൾക്കായിട്ട് ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ബാക്കി സ്വകാര്യ എയർലൈനുകളെല്ലാം ചേർത്ത് ആഭ്യന്തര സർവീസുകൾക്കായി ഇന്ത്യൻ എയർലൈൻസ് രൂപീകരിച്ചു. ഇന്ത്യൻ എയർലൈൻസുമായിട്ട് ലയിക്കും മുമ്പ് എയർ ഇന്ത്യ വളരെ ചെറിയ ലാഭത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യൻ എയർലൈൻസും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇത് തമ്മിൽ ലയിച്ചതോടെ വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് കമ്പനി പോയി. പല കാരണങ്ങൾ അതിനുണ്ട്. എയർ ഇന്ത്യയിലെയും ഇന്ത്യൻ എയർലൈൻസിലെയും ഒക്കെ തൊഴിൽ സംസ്കാരങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് ഈ കമ്പനികൾ തമ്മിൽ ലയിപ്പിച്ചിട്ടും ജീവനക്കാരുടെ അവരുടെ സംസ്കാരമോ അവരുടെ തൊഴിൽ രീതിയോ ഒന്നും ലയിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായത്. ആരാണ് പുതിയ കമ്പനിയെ നയിക്കേണ്ടത് എന്ന അടിയും സംഘർഷവും പടലപ്പിണക്കവും ഒക്കെ അവസാന കാലം വരെ തുടരുകയും ചെയ്തു. പഴയ എയർ ഇന്ത്യക്കാരെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി പഴയ ഇന്ത്യൻ എയർലൈൻസുകാർ നോക്കിയപ്പോൾ തിരിച്ചും പാരകളുണ്ടായി. ജീവനക്കാർ തമ്മിലുള്ള സീനിയോറിറ്റി കേസുകൾ വന്നു, മൂപ്പിളമ തർക്കങ്ങൾ വന്നു. ഇവരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു എയർ ഇന്ത്യയുടെ തകർച്ച.
ഇത്രയും ഭീകരമാക്കിയതും ഇത്രയും വേഗത്തിലാക്കിയതും. ഇവരെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ടാറ്റയുടെ മുന്നിലും ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒപ്പം വിസ്താരയും എയർ ഏഷ്യ ഇന്ത്യയും ഒക്കെ കൂടി വരുന്നതോടെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറയാൻ പോവുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ റിയാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കാൽപ്പനികമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം, ടാറ്റയുടെ വിമാനം തിരിച്ചു പിടിച്ച് ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് കൈയടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതാണ് ഇതിന് പുറകിലെ റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചർച്ച ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്.